ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പ്രിജീസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മുഖത്തിടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫേസ് പാക്കാണ്. മുഖത്തിന് ഒരുപാട് ഗുണം നൽകുന്ന ഈ ഫേസ് പാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ നമ്മളൊരു ബൗൾ എടുത്തു. അതിലേക്ക് നമ്മൾ 2 സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുന്നു. 2 സ്പൂൺ കടലമാവ് ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 2 സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുന്നു. ഇത് നമുക്ക് മഞ്ഞളെന്ന് പറഞ്ഞാൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള ഒന്നാണ്. അതുമാത്രമല്ല ആൻറ്റി ഫംഗലും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾ നമ്മുടെ മുഖത്തിടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതുമാത്രമല്ല ചർമ്മത്തിലെ ബാക്ടീരിയ ഇൻഫെക്ഷനോ അണുബാധ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ചർമ്മത്തിലുള്ളത് മാറാൻ ഈ മഞ്ഞളിട്ട ഫേസ് പാക്ക് ഏറ്റവും നല്ലതാണ്. പിന്നെ രോമവളർച്ച, നമ്മുടെ മുഖത്ത് രോമങ്ങൾ ഒരുപാടുള്ളവർ ഇത് സ്ഥിരമായിട്ടൊക്കെ നമ്മുടെ മുഖത്തിടുകയാണെങ്കിൽ നമ്മുടെ മഞ്ഞൾ നമ്മുടെ രോമവളർച്ചയെ തടയാനും പിന്നെ രോമം പൊഴിഞ്ഞു പോകാനും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ പാക്കിൽ വേണമെങ്കിൽ നമുക്കൊരല്പം വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടെ പായ്ക്കൊന്ന് ലൂസാക്കാൻ പറ്റും, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം ചേർത്താലും മതി. അപ്പോൾ ഇതേ പരുവത്തിൽ നമുക്കിത് കിട്ടണം. അതിനുശേഷം പിന്നെ കടലമാവിനെ പറ്റി പറയുകയാണെങ്കിൽ ചർമ്മത്തിൽ നിറം വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് കടലമാവ് കേട്ടോ. അത് നമുക്കിങ്ങനെ ഫേസ് പാക്കായിട്ട് ഇടാം. പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നിട്ട് നമ്മൾ മുഖം ഒന്ന് ഫ്രഷ് ആക്കണം, ഒന്ന് കഴുകണമെന്ന് തോന്നുമ്പോൾ നമുക്ക് അല്പം കടലമാവ് എടുത്തൊന്ന് അല്പം വെള്ളത്തിൽ ചാലിച്ച് മുഖത്തിട്ടൊന്ന് തേച്ച് മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് കഴുകിക്കളയുന്നത് മുഖത്തിന് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. അപ്പം ഈ കടലമാവ് നമ്മുടെ വെയിൽ കൊണ്ടുള്ള കറുപ്പ് മാറാൻ ഏറ്റവും നല്ലതാണ്, മുഖത്ത് നല്ല നിറം വരാൻ. തൈരിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ ചർമ്മം മിനുസമാക്കാൻ തൈര് നല്ലതാണ്. പിന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ തൈര് ഫേസ് പാക്ക് നമ്മൾ മുഖത്തിടുന്നത് നല്ലതാണ്. പിന്നെ ചർമ്മത്തിലെ ജലാംശം നിലനിർത്താൻ, പിന്നെ നമ്മുടെ മുഖക്കുരു ഭയങ്കരമായിട്ട് മുഖക്കുരു ഉള്ളവർ ചർമ്മത്തിൽ തൈരിട്ട് ഇതുപോലെ ഫേസ് പാക്ക് ഇടുന്നത് നല്ലതാണ്. പിന്നെ എണ്ണമയമുള്ള ചർമ്മമൊക്കെ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ തൈരും ഈ കടലമാവും മഞ്ഞളും ഇട്ട് ഫേസ് പാക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഈ ഫേസ് പാക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. മുഖത്തിട്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ ഇത് മുഖത്തിടുന്നതിന് മുന്നേ മുഖം നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇത് മുഖത്തിടാൻ. ഈ ഫേസ് പാക്ക് മുഖത്തിട്ട ശേഷം നല്ലതായിട്ട് ഉണങ്ങി കഴിയുമ്പം അത് കഴുകി കളയുക. ഫേസ് പാക്ക് മുഖത്ത് ഉണങ്ങുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാൻ പോയാൽ നമ്മുടെ സ്കിന്നിൽ ചുളിവുകൾ വീഴുമെന്നാണ് പറയുന്നത്. ഉണങ്ങുന്നതിനും വരെ നമ്മൾ സംസാരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്